Hi, hello friends. Welcome to the new section of Almus PSC channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 11 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഓർക്കും എന്താ ഈ 11 ക്വസ്റ്റ്യൻസ് എന്ന്? ഞാൻ റാൻഡമായിട്ട് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഈ കഴിഞ്ഞ കമ്പനി ബോർഡ് LGS, ബെവ്കോ LDC, ഇനി വരാനിരിക്കുന്ന സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അതെല്ലാം കൂടെ നോക്കി ഒരു 11 എണ്ണം ഞാൻ എടുത്തേക്കാണ്. നമുക്ക് എവിടെ നിന്നാണ് ഭാഗ്യം എന്ന് പറയാൻ പറ്റുകയല്ലേ. ചിലപ്പോൾ ഈ 11 എണ്ണത്തിലെ ചോദിക്കുന്നതെങ്കിലോ നമുക്കൊരു മാർക്ക് കിട്ടത്തില്ലേ. അപ്പം അങ്ങനെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും വലിയ അനുച്ഛേദം ഏത്? നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറയാൻ ശ്രമിച്ച് നോക്കി ഏതാണ് ആ അനുച്ഛേദം. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ആവർത്തിച്ച് ചോദിച്ചതാണ്. അനുച്ഛേദം 368. രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യൻ ഞാൻ ഒറ്റയടിക്ക് പറയാം. അതായത് നമ്മുടെ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ മൗലിക കടമകളാണെങ്കിൽ റഷ്യയുടെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറിപ്പോകും. അതുകൊണ്ട് ഒരു എണ്ണത്തിന് കോഡ് പഠിച്ചു വെക്കുക. അപ്പം മറ്റേത് നമുക്ക് ഓൾറെഡി ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരെണ്ണത്തിൻ്റെ കോഡ് എന്നാന്ന് ചോദിച്ചാൽ അമ്മേ അവകാശപ്പെട്ടത് തരിക. അമ്മേ എനിക്ക് അവകാശപ്പെട്ടത് തരിക എന്നതാണ് കോഡ്. അതായത് അമ്മയെന്ന് ഓർക്കുമ്പോൾ അമേരിക്കയെ ഓർക്കുക, അവകാശപ്പെട്ടത് എന്ന് ഓർക്കുമ്പോൾ എന്താണ് അവകാശങ്ങൾ, മൗലിക അവകാശങ്ങളെന്ന് ഓർക്കുക. അപ്പോൾ അത് മാറിപ്പോവരുത്. അമ്മേ അവകാശപ്പെട്ടത് തരിക, അമേരിക്ക മൗലിക അവകാശങ്ങൾ. അപ്പോൾ ഓൾറെഡി മറ്റേത് മൗലിക കടമകൾ എന്താണ്? റഷ്യയാണെന്ന് ഓർത്തു വെക്കുക. ഇനി കടമകൾ റഷ്യ എന്ന് ഓർത്ത് വെക്കാം, കറ എന്ന് വേണേലും ഓർത്ത് വെക്കാം. കറ, കടമയുടെ കായും റഷ്യയുടെ റായും കൂടെ ചേർത്ത് കറ എന്നും ഓർത്ത് വെക്കാം. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല, റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ, കാസർഗോഡാണ്. പിന്നെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഒന്നുകൂടെ പറയുകയാണ്, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ ആദ്യ വനിതാ ഗവർണർ ആര്? സരോജിനി നായിഡു. ഇതൊക്കെ റിപ്പീറ്റിംഗ് ആണ്, ഇടയ്ക്ക് ചോദിക്കുന്നതാണ്, ശ്രദ്ധിക്കുക. ഭരണഘടനാ ദിനം നവംബർ 26. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അപ്പോൾ ഇന്ന് 11 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവകാശങ്ങളും കടമകളുമാണ്. അപ്പം അവകാശങ്ങളെന്ന് പറയുമ്പം അമ്മേ അവകാശങ്ങൾ എന്നോർത്താൽ അമേരിക്ക അവകാശപ്പെട്ടത് അവകാശങ്ങൾ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ.